ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ATH ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ അലിഫാറ്റിക് സിസ്റ്റം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അരോമാറ്റിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ്, അതിൻ്റെ മെക്കാനിസം ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ഞാൻ ആദ്യം അലിഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നു. CH3Cl പ്ലസ് അക്വസ് NaOH ഗീവ് CH3OH. ഇതൊരു അലിഫാറ്റിക് സിസ്റ്റത്തിലുള്ള ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു വീക്കായിട്ടുള്ള ന്യൂക്ലിയോഫൈലിനെ ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ വന്ന് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അലിഫാറ്റിക് സിസ്റ്റത്തിലേക്ക് നോക്കുക. CH3Cl പ്ലസ് അക്വസ് NaOH ഗീവ്സ് CH3OH. Clനെ മാറ്റി OH വരുന്നു. അതേ സാധനം നമ്മളൊരു അരോമാറ്റിക് സിസ്റ്റത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു ക്ലോറോബെൻസീൻ എടുക്കുന്നു. ക്ലോറോബെൻസീനും അക്വസ് NaOHും 300 ATM പ്രഷറിലും 673 Kelvin ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറോബെൻസീനെ നമുക്ക് ഫിനോളാക്കി മാറ്റാം. ഇവിടെ നോക്കുക, നമ്മൾ ഇവിടെ അക്വസ് NaOH മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഹൈ ടെമ്പറേച്ചറോ ഹൈ പ്രഷറോ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേ അരോമാറ്റിക് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം അലിഫാറ്റിക് സിസ്റ്റത്തിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ച് വേഗത്തിൽ നടക്കും. ബട്ട് അരോമാറ്റിക് സിസ്റ്റത്തിലേക്ക് കിടക്കുമ്പോൾ അങ്ങനെ നടക്കില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വൈ അലിഫാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് മോർ ഈസി ദാൻ അരോമാറ്റിക്. നമ്മൾ അരോമാറ്റിക് ക്ലോറോബെൻസീനാണ് എടുത്തിട്ടുള്ളത്. ക്ലോറോബെൻസീൻ നോക്കുക, ഇവിടെ ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ട്. ഈ ഇലക്ട്രോൺ പെയർ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഒരൊറ്റ ചാട്ടം ചാടും. ഇങ്ങനെ ചാട്ടം ചാടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ടും ഇവിടെ ഒരു പ്ലസ് ചാർജും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഇവിടെ ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉള്ള ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങോട്ടേക്ക് ചാടും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായി, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടായി, ഇവിടെ ഒരു പ്ലസ് ചാർജും ഉണ്ടായി. പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് എടുക്കുക. അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ. ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ചാടി ഇവിടെ ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നെ എന്ത് ചെയ്യും? ഇവിടെയുള്ള ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ചാടി ഇവിടേക്ക് നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ നമുക്ക് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ വഴി നോക്കുക, ഈ റെസൊണൻസ് സ്ട്രക്ചേഴ്സിൽ ഈ റെസൊണൻസ് സ്ട്രക്ചറും ഈ റെസൊണൻസ് സ്ട്രക്ചറും ഈ റെസൊണൻസ് സ്ട്രക്ചറും ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സിംഗിൾ ബോണ്ടിനെ നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാം. ബട്ട് ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ കുറച്ച് പണിയാണ്. സോ അതുകൊണ്ട് തന്നെ അതാണ് ഫസ്റ്റ് റീസൺ. പാർഷ്യൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ CH3Cl എന്ന് പറഞ്ഞിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ അധികം പണിയൊന്നുമില്ല. കാരണം സിംഗിൾ ബോണ്ടാണ്. പക്ഷേ ഇവിടെയുള്ള ബോണ്ട് ഇവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് കൈവരിക്കുന്നതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് അലിഫാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അരോമാറ്റിനെക്കാട്ടും സ്പീഡ് ആവാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ക്ലൗഡാണ്. നമുക്കറിയാം ബെൻസീൻ സിസ്റ്റത്തിൽ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാവും. ഈ ഇലക്ട്രോൺ ക്ലൗഡ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ന്യൂക്ലിയോഫൈലാണ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. സോ ഇവിടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ക്ലൗഡ് വരുമ്പോൾ ഈ ഇലക്ട്രോൺ ക്ലൗഡ് ന്യൂക്ലിയോഫൈലിനെ റിപ്പൽ ചെയ്യൂലേ. അതുകൊണ്ടാണ് രണ്ടാമത്തെ റീസൺ ഇങ്ങനെ നടക്കുന്നതിന്. പിന്നെ ഉള്ളത് നെഗറ്റീവ് ചാർജ് നമ്മുടെ ഈ റിങ്ങിൽ വരിക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം നെഗറ്റീവ് ചാർജിനെ വരുത്താൻ ബെൻസീൻ റിങ് സമ്മതിക്കൂല. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് അലിഫാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് മോർ ഈസി ദാൻ അരോമാറ്റിക് എന്ന് പറയാനുള്ള കാരണം. ഇനി നമുക്ക് മെക്കാനിസത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് മെക്കാനിസം, ക്ലോറോബെൻസീനെ അക്വസ് NaOH നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. 673 Kelvinനും 300 ATM പ്രഷറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനോൾ കിട്ടും. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ഒന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ക്ലോറിൻ്റെ ഭാഗത്ത് ലിവിങ് ഗ്രൂപ്പ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. LG എന്ന് പറഞ്ഞാൽ ലിവിങ് ഗ്രൂപ്പ്, അതായത് ലീവ് ചെയ്യുന്ന ഗ്രൂപ്പ്. ആ Cl ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെക്കാനിസം ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ലിവിങ് ഗ്രൂപ്പാണ്. ഈ ലിവിങ് ഗ്രൂപ്പ് ഈ പൊസിഷനിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യണം. നമുക്കറിയാം ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജാണ്. അപ്പോൾ ഈ ഭാഗത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടാവണേ. ആ പോസിറ്റീവ് ചാർജ് ഉണ്ടാവാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെയുള്ള ഡബിൾ ബോണ്ടിൽ ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ അങ്ങ് ട്രാൻസിഷൻ നടക്കുകയും ഇവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ പോസിറ്റീവ് ചാർജിലേക്ക് ഈ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെ LgNu ഇവിടെ ഒരു മൈനസ് ചാർജ് ഉണ്ടാവുകയും ചെയ്യും. ഇതെന്ത് ചെയ്യും? ഈ മൈനസ് ചാർജ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് ചാടി വീണ്ടും ഇങ്ങോട്ട് ചാടി റെസൊണൻസ് ഉണ്ടാവും. അപ്പം ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ചാടിയിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അവസാനം ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ചാടി ഈ ലിവിങ് ഗ്രൂപ്പ് അങ്ങ് എലിമിനേറ്റ് ചെയ്തിട്ട് ന്യൂക്ലിയോഫൈലുള്ള മാത്രം സ്പീഷീസ് ഉള്ള ഇങ്ങനത്തെ ഒരു സ്പീഷീസും കിട്ടും. അതായത് ഈ ലിവിങ് ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ നമ്മളിവിടെ ആദ്യം ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ്, സ്ലോ സ്റ്റെപ്പിൽ
എന്താ പറയുക, ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ലിവിങ് ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ലിവിങ് ഗ്രൂപ്പ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ മെക്കാനിസത്തിനെ അഡീഷൻ എലിമിനേഷൻ മെക്കാനിസം കൂടി പറയും. ഇനി ഇതാണ് SNAR മെക്കാനിസം. ക്ലോറോബെൻസീൻ ഫിനോൾ ആവുന്ന ആ റിയാക്ഷനാണ് SNAR മെക്കാനിസം. ഇനി നമ്മളൊരു വേറെ തരത്തിലുള്ളൊരു മെക്കാനിസം കൂടെ ഉണ്ട്, അതാണ് ബെൻസൈൻ മെക്കാനിസം. അപ്പോൾ നമ്മൾ നോക്കാം, ഇവിടെ ഞാനൊരു ക്ലോറോബെൻസീൻ എടുത്തിട്ടുണ്ട്. ഈ ക്ലോറോബെൻസീനിലെ ഈ കാർബണിനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഐസോട്ടോപ്പിക് ലേബൽ ചെയ്തു, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പൊട്ടാസ്യം അമൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഐസോട്ടോപ്പിക് ലേബലിൽ അറ്റാച്ച് ചെയ്ത കാർബണിൽ NH2 ഗ്രൂപ്പ് വരുന്ന ഒരു പ്രൊഡക്റ്റും കിട്ടി, അതിന് തൊട്ടപ്പുറത്ത് ഉള്ള കാർബണിൽ NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഇതും കിട്ടി. അപ്പോൾ നമ്മൾ SNAR മെക്കാനിസമാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ Cl മാറ്റിയിട്ട് ഇവിടെ NH2 വരുന്നു, നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനെയാണ് ആ SNAR മെക്കാനിസം വെച്ചിട്ട് ഈ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ. കാരണം SNAR മെക്കാനിസം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള പ്രൊഡക്റ്റ് മാത്രമേ കിട്ടുള്ളൂ, പക്ഷേ ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. സോ നമുക്ക് അതിൻ്റെ മെക്കാനിസം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ ബെൻസീൻ റിംഗ് എടുത്തു. ഇതാണ് നമ്മുടെ ഐസോട്ടോപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള, അതായത് ഐസോട്ടോപ്പ് ലേബൽ ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം. അവിടെ ഒരു Cl ആറ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പം ഈ NH2ൽ KNH2ൽ NH2- ഉണ്ട്. ഈ NH2- എന്ത് ചെയ്യും, ഇവിടെ കിടക്കുന്ന Hനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടുപോകും, H+ ആയിട്ട് അവിടെയുള്ള ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഇവിടെ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു ചാട്ടം ചാടും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള Cl ബോണ്ട് അങ്ങ് ബ്രേക്ക് ആവും. അങ്ങനെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉള്ളൊരു സ്പീഷീസ് ഉണ്ടാവും, ദാറ്റ് ഈസ് ബെൻസൈൻ. അതിന് നമ്മൾ ബെൻസൈൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ ബെൻസൈനിൽ ഇലക്ട്രോൺസ് ഒന്നുകിൽ ഇങ്ങോട്ടേക്ക് ചാടാം, അല്ലെങ്കിൽ ഒന്നുകിൽ ഇങ്ങോട്ടേക്ക് ചാടാം. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്കാണ് ചാടുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെ ചാടുമ്പോൾ NH2 ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം, NH2- ആണ്. അപ്പം ഇങ്ങോട്ടേക്ക് ചാടുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ NH2- അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജാണ്, ഇവിടെ പോസിറ്റീവ് ചാർജാണ്. NH2 നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവിൻ്റെ ഭാഗത്തേക്ക് പോകും. അങ്ങനെ ഇവിടെ NH2 ഗ്രൂപ്പ് വരുന്നുള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രോൺ ചാടുന്നത് വിചാരിക്കാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് രൂപപ്പെടും, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. ആ പോസിറ്റീവ് ചാർജിൽ വന്നിട്ട് NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്, ഇവിടെ വന്നിട്ട് NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. അങ്ങനെ ഒരു കോമ്പൗണ്ടും കിട്ടി. അപ്പം ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലേ, നമുക്ക് അതിനെ ഒഴിവാക്കണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ NH3 ആണ് എടുക്കുന്നത്. NH3 എന്ത് ചെയ്യും, ഒരു Hനെ അങ്ങോട്ട് കൊടുക്കുകയും ഈ നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യുകയും ചെയ്യും. രണ്ട് സ്ഥലത്തും നെഗറ്റീവ് ചാർജ് പോയിട്ട് ഇങ്ങനത്തെ ഒരു സ്പീഷീസ് കിട്ടുകയും ചെയ്യും. അപ്പം ഇത് തീർത്തും SNAR മെക്കാനിസത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അപ്പോൾ നമ്മൾ രണ്ട് മെക്കാനിസമാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ മെക്കാനിസം SNAR മെക്കാനിസം ഒന്നുമില്ല, സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് പഠിച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് ക്ലിയർ ആവും, എനിക്ക് ഉറപ്പാണ്. കാരണം അത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതാണ് SNAR മെക്കാനിസം. ഇതിൻ്റെ സാധനം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് ഈ വീഡിയോ കേൾക്കുന്നതിന് ഇടയിൽ നിങ്ങൾ വരച്ച് പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. അപ്പം SNAR മെക്കാനിസം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ബെൻസൈൻ മെക്കാനിസം. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാൽ കുറച്ച് റഷ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.